വീട്ടിലുള്ള പെണ്ണുങ്ങൾ വരെ ഇങ്ങനെ കരയണമെങ്കിൽ അവർ ആ വണ്ടി അത്രമേൽ അവർക്ക് ആ വണ്ടി ജീവനായിരിക്കും. ഒരു ഫാമിലി അവരുടെ വീട്ടിലെ സ്കോർപിയോ വണ്ടി വിറ്റു. ചില സാഹചര്യങ്ങൾ കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട മുതല് നമ്മുടെ സമയ മോശം ആവുന്ന ആ ഒരു സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇഷ്ടപ്പെട്ടത് ഇഷ്ടമില്ലാതെ എന്ത് ചെയ്യും, നമ്മൾ കൊടുത്തു പോകും. ചില സാഹചര്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു സമയത്ത്, അങ്ങനെ വന്നൊരു സമയത്ത് കൊടുത്തതായിരിക്കാം അവരുടെ ജീവനായിട്ടുള്ള ആ ഒരു വണ്ടി. ആ വീട്ടിലെ എല്ലാവരും ആ വണ്ടി അങ്ങോട്ട് പോകുന്ന ആ ഒരു അവസാനത്തെ നിമിഷത്തിൽ അവർ കരയണമെന്നുണ്ടെങ്കിൽ ആ വണ്ടി അവർക്ക് ഒരുപാട് ഓർമ്മകളെ സമ്മാനിച്ചിട്ടുണ്ടാവും. പല അപകടങ്ങളിൽ നിന്നും ആ വണ്ടി എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരുടെ ജീവനുകളെ എല്ലാവരെയും രക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിലും ചില കമന്റുകൾ ഇവിടെ കണ്ടു. അതിൽ കണ്ട കമന്റുകൾ ഇതൊക്കെയാണ്: അതിന് മാത്രം വേദന ഉണ്ടേൽ അത് കൊടുക്കാൻ നിൽക്കണോ? പിന്നെ അടുത്തത്, ഇത്രയും സങ്കടത്തിന്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ കാണിച്ച ആ ഒരു മനസ്സ്, അത് അവർക്ക് ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ടാണ് അവരത് അവിടെ എടുക്കുന്നത്. അപ്പൊ ഈ വണ്ടി എന്ന് പറയുന്നത് പകുതി മുക്കാവക ആൾക്കാർക്കും ജീവനായിരിക്കും. കാണുന്നവർക്ക് വണ്ടിയാണ്, എന്താ പറയുക, ആ നട്ടും പൊട്ടും ഇട്ട് കാണ്ട് തിരിച്ചു കാണുന്ന 4 ടയർമേൽ ഇങ്ങനെ ഉരുണ്ട് കാണ്ട് പോണ്, ഇതായിരിക്കും ചിലവരോട് വിചാരം. പക്ഷെ ചിലവർക്കുണ്ടല്ലോ ഒരു വണ്ടി മാത്രമായിരിക്കില്ല, അവർക്ക് അവരുടെ ജീവനായിരിക്കും. ജീവന് ഇതേമാതിരിയുള്ള നഷ്ടങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവും. ആണുങ്ങളായിക്കോട്ടെ, പെണ്ണുങ്ങളായിക്കോട്ടെ, ഫാമിലിക്കാരായിക്കോട്ടെ, ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവരുടെ ഓരോ ലൈഫുകൾ എന്തുണ്ടാവും ഓർമ്മയിലേക്ക് ഇങ്ങോട്ട് കടന്നു വരും. സോ അപ്പൊ ഇതിലും ബാഡ് കമന്റ് അടിക്കുന്ന ആൾക്കാരോട് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അത് കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു തമാശ, ഒരു ചിരി, ഒരു കളിയാക്കല് ഇതൊക്കെ ആയിരിക്കും. പക്ഷെ അതിന്റെ വേദന എത്രത്തോളം ആണ് എന്നുള്ളത് ആ ഒരു വണ്ടിനോട് അത്രത്തോളം അറ്റാച്ച്ഡായിക്കാണ് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതറിയാൻ സാധിക്കുള്ളൂ.